ഞങ്ങൾ പെട്ടെന്നൊരു ദിവസം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ വിചാരിച്ചു എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ദേവനേനെയും പ്രാർത്ഥനയൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്ഥലങ്ങൾ നോക്കി വന്നപ്പോഴത്തേക്കും രാത്രി ലേറ്റ് നൈറ്റായിട്ട് ഒരു സ്ഥലം ചൂസ് ചെയ്തു. ട്വിൻ ലേക്സ് തീം പാർക്ക്. പോയത് നല്ല വർത്തായിട്ട് തോന്നി. കുട്ടികൾക്ക് വളരെയധികം നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈസ്റ്റർ ഹോളിഡേയ്സിന് പോയതുകൊണ്ട് ഈസ്റ്റർ എഗ്സ് ഹണ്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ റൈഡ്സ് ഉണ്ട്. ബേബീസിന് പറ്റിയതല്ല, ലൈക്ക് ഹൈറ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് റൈഡ്സിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ദേവനേനെ ഓൾമോസ്റ്റ് എല്ലാത്തിലും കയറ്റി. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 5 to 6 hours നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഉള്ള ഒരു ഡേ ട്രിപ്പിനൊക്കെ പറ്റിയൊരു ഇതാണ് ട്വിൻ ലേക്ക് തീം പാർക്ക്. നമ്മുടെ ലെസ്റ്ററിൻ്റെ അങ്ങേ അറ്റത്തെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഇവിടെ 50 pence നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫിഷ് ഫുഡൊക്കെ കിട്ടും. പിന്നെ നല്ല വെതറായിരുന്നു, പക്ഷെ നല്ല വിൻഡി ആയിരുന്നു. സൺ ഉണ്ടായിരുന്നെങ്കിൽ പോലും നല്ല വിൻഡി ആയിരുന്നു. പക്ഷെ എന്നാൽ പോലും നമുക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ആയിരുന്നു. നോ ഐഡിയ. ഫുള്ള് ചാരവും കത്തിച്ചൊക്കെ ഇട്ടേക്കണേ. കോഴി അല്ല. ഇങ്ങനെയുള്ള സ്ഥലത്തുമ്പോൾ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ കുറേ വഴികളുണ്ടാവും. ഇത് ഏത് വഴി പോയാലാണ് എവിടെ എത്തുക, ഏതെങ്കിലും മിസ്സാവോ എന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ഞങ്ങളൊരു സ്ഥലം കണ്ടു, ആ വഴി പോയി. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു റൈഡ് ഉണ്ടായിരുന്നു, കിഡ്സിനൊക്കെ പറ്റിയത്, ദേവനയുടെ ഏജിലുള്ള കുട്ടികൾക്ക് പറ്റിയത്. ഹൈറ്റ് ഒരു മാക്സിമം 90 centimeter ഉണ്ടെങ്കിലാണ് ഓൾമോസ്റ്റ് ഓൾ ദ റൈഡ്സിൽ കയറ്റുള്ളൂ. പക്ഷെ ദേവനയ്ക്ക് ആദ്യം കയറിയപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഷി വാസ് ഫൈൻ. പ്രാർത്ഥനയൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ഇത് ഏതിലാണ് കയറുന്നതെന്നൊക്കെ നോക്കിയിട്ട്. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. അതിൽ നല്ല കളർഫുൾ ഡൈനോസേഴ്സ് ആയിരുന്നു. എങ്ങനെയുണ്ടായി? വാ പുറത്തേക്ക് ഇറങ്ങ്. എങ്ങനെയുണ്ടായി? പിന്നെ പ്രാർത്തു കേറ്. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിതിൽ കയറിയിട്ട് ഈ റൈഡ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇത് പക്ഷെ ഭയങ്കര താഴേക്കായതുകൊണ്ട് വെയിറ്റ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാനിരുന്നതിൽ ചെറുതായിട്ട് ആ ഇരിക്കുന്ന സാധനം മാത്രം, ആ ഒരു ബ്ലാക്ക് സാധനം ഒരഞ്ഞു. പക്ഷെ എനിക്കൊന്നും പറ്റില്ല. പക്ഷെ ഏട്ടൻ്റെ ഇരുന്നപ്പോഴത്തേക്കും നല്ലോണം അത് താഴെ പൊട്ടി. അപ്പോൾ നമുക്ക് പേടി ഇതെങ്ങാനും പൊട്ടി പോവും. അപ്പം ഏട്ടൻ എണീറ്റ് നിന്ന് അവിടെ പിന്നെ അവിടെ ഒരു കുഞ്ഞു ഫാം ഉണ്ടായിരുന്നു. ഈ മറ്റേ ഷീപ്പ്, ലാമ്പ്, ഗോട്ട്, പിഗ്, ഡോങ്കി അതിനൊക്കെ കാണാനായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഒരു ലാമ്പിനെ കണ്ടു. ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ലാമ്പിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര അടുത്ത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ക്യൂട്ട്. എനിക്ക് ആനിമൽസിനൊക്കെ പേടിയാണെങ്കിൽ പോലും ഞാനൊക്കെ ഒന്ന് തൊടാൻ നോക്കി. അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇറ്റ് മേ ബൈറ്റ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഓൾറെഡി പേടിയുള്ള ഞാൻ എന്താ പറയുക, വെറുതെ അവിടെ പോയിട്ട് ഷീപ്പിൻ്റെയും ഗോട്ടിൻ്റെയൊക്കെ കടി വാങ്ങേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ടു ഇഷ്ടം കൊണ്ട്. പിഗിനൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ പിഗിനെയൊക്കെ കാണുന്നത്, രോമമുള്ള പിഗ് ഉണ്ടല്ലേ, ഡോങ്കി.
Old MacDonald had a farm. E-I-E-I-O. Be careful. പിന്നെ കുറേ റാബിറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ റാബിറ്റ്സ്. അപ്പോൾ ഒരു കൂട്ടിൽ 2 റാബിറ്റാണുള്ളത്. അവരുടെ പേരും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓരോ അങ്ങനെ 1, 2, ഒരു 3, 4, 5 ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. Snowy, Snowy and Misty, Snowy. Rabbit. Oh, big snail. ഇനി വരുന്നതിനെ കണ്ടപ്പോഴാണ് ഞാനൊന്ന് പകച്ചു പോയത്. മീർ കാറ്റ്സ് അവന്മാർ എന്തിനും തയ്യാറായിട്ട് ചാടാൻ നിൽക്കണ പോലത്തെ ഒരു നിപ്പാട് നിന്ന്. ഇങ്ങോട്ട് ചാടില്ലായിരിക്കും, സേഫ്റ്റിയൊക്കെ എന്തായാലും അവർ നോക്കും. പക്ഷെ എന്നാലും നമുക്ക് പേടിയോ എങ്ങാനും ചാടോ, കാരണം അതേപോലെ നിൽക്കുന്നത് ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു എന്താ പിഗാണോ ബോർ എന്നാണോ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊമ്പോ പല്ലോ എന്തൊക്കെയോ കാണാൻ പറ്റും. അത്രയും ക്ലോസ് ആയിട്ട് കാണാൻ പറ്റിയായിരുന്നു. പിന്നെ നടന്ന് ഞങ്ങൾ കുറേ പിക്ചേഴ്സൊക്കെ എടുക്കാൻ നോക്കി. നല്ല കാറ്റായിരുന്നു. നല്ല കാറ്റെന്ന് വെച്ചാൽ കണ്ണിൽ നിന്നൊക്കെ വെള്ളം ഒഴുകുമായിരുന്നു കാറ്റടിച്ചിട്ട് പ്രാർത്തുൻ്റെ. പിന്നെ കുറേ ഗോട്ടും അതും ഇതൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. ദേവനയ്ക്കും പ്രാർത്ഥനയൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു ഈ ഗോട്ടും ആനിമൽസൊക്കെ. പിന്നെ അവിടെ ഇൻഡോറിൽ കുറേ കളിക്കാനുണ്ടായിരുന്നു, സോഫ്റ്റ് പ്ലേ പോലെ. പിന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാനും ദേവനയും കൂടെ എന്താ പറയുക, ഒരു വെള്ളം ആണ്, വെള്ളത്തിൻ്റെ ഒരു ഫ്ലോ, അതിൽ നമ്മൾ മറ്റേ ആ ഒരു ഒരു റൗണ്ടായിട്ടുള്ള ഒരു സാധനത്തിൽ കയറി ഇരുന്നിട്ട് നമ്മൾ ചുമ്മാ അത് പോണ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏട്ടനും പ്രാർത്തും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനും ദേവനയും കൂടെ കയറാമെന്ന് വിചാരിച്ചിട്ട് കയറി. ദേവനയ്ക്ക് പേടിയുണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വെയിറ്റ് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയായി. കാരണം ഇതങ്ങനെ താന്നു പോകും. കാരണം ദേവനയ്ക്ക് വെയിറ്റ് ഇല്ല, എനിക്ക് വെയിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു സൈഡിലേക്ക് ശരിയോ എന്നൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു ഇത്. ഈ ചൂടത്ത് എന്താ പറയുക, വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു തണുപ്പ് കിട്ടി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മുകളിൽ കുറേ നെറ്റ് ഇട്ടിട്ട് ഹാങ്ങിങ് ബ്രിഡ്ജ് പോലെ കുറേ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ കയറി, പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. Turtle. പിന്നെ ഒരു അഡ്വഞ്ചറാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങളല്ല, ഏട്ടൻ്റെ അഡ്രിനൽ ലെവൽ നല്ലോണം കൂടിക്കാണ്. കാരണം എന്താ, ഒരു സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ലൈഡിൽ കയറി. സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ചരിവുണ്ടല്ലോ, ഇത് നേരെ കുത്തനെ താഴേക്ക് പോയിട്ട്
ഫുൾ ബാലൻസ് പോയി. കുറേ പിള്ളേരൊക്കെ കുറേ പ്രാവശ്യം ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ചെയ്യാൻ പേടിയാവും. ഇതിപ്പോൾ ഇതേ റോളർ കോസ്റ്ററിൽ കയറി. ഞങ്ങളപ്പം പ്രാർത്ഥന കയറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മാറി മാറി കയറിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഞാനും ദേവനും കയറി, പിന്നെ ഏട്ടനും ദേവനും കയറി, അങ്ങനെയൊക്കെ. Welcome to the USA, the land of... ഇവിടെ മറ്റേ ഗോ കാർട്ടിംഗ് പോലത്തെ ഉണ്ടല്ലോ, അതെങ്കിലും വീഡിയോ എടുത്ത് തരണം പ്ലീസ്. പിന്നെ അവിടെ കുട്ടികൾക്ക് വേണ്ടി ഗോ കാർട്ടിങ് ചെറിയത് അതൊക്കെ ഉണ്ടായിരുന്നു. റോളർ കോസ്റ്റർ ഉണ്ടായിരുന്നു, അതൊക്കെ അടിപൊളിയായിരുന്നു, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ കയറി. ഞാനും ദേവനും ഫസ്റ്റ് കയറി, പിന്നെ ഏട്ടൻ ദേവനും കയറി, പിന്നെയും ഞങ്ങൾ കയറി, പിന്നെയും ഞങ്ങൾ കയറി. നല്ല രസമുണ്ടായിരുന്നു. നല്ല സ്പീഡിലൊക്കെ പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അഡൽട്സ് അല്ല, ഒരു വലിയ കുട്ടികൾക്ക് പറ്റിയൊരു ഗോ കാർട്ടിങ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നമുക്ക് ഒരുമിച്ച് ചെലിപ്പാ. വിട് വിട് വിട്, കൈ വിട്. You are അത് പൊക്കി വെക്കേ. പൊക്കിക്കോ. ആ വാ. പുള്ളിക്കാരിട്ട സ്പിൻ ചെയ്ത് നോക്കിയേ. സ്പിൻ ചെയ്. കൈ വിട്, കൈ വിട്, കൈ മാറ്റ്, കൈ മാറ്റ്, കൈ വിട്, കൈ മാറിയേ. It's not gonna stop. വാ, ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. വാ വാ. വേഗം വാ. പോവാം, വാ വാ വാ, ഓടിക്ക ഓടിക്ക. ഓ
അവസാനം എല്ലാം കഴിഞ്ഞ് ഇത് അടയ്ക്കാറായി. ഏകദേശം ഒരു 5 o'clock ആകുമ്പോൾ അടയ്ക്കുമായിരുന്നു. ഇതിൽ ഞാനും കയറിയായിരുന്നു ഈ സാധനത്തിൽ. പക്ഷേ നല്ല പാടായിരുന്നു ചവിട്ടാനും. പിറ്റേ ദിവസം ഇപ്പോൾ കൈ നല്ല പെയിനായിരുന്നു സ്റ്റിയറിംഗ് തിരിച്ചെടുത്തേക്കും. എല്ലാം കഴിഞ്ഞ് ടയേർഡായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി അടുത്ത വീഡിയോ